കാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഒരു പുതിയ കാർ മേടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് നൽകുന്ന റോങ് മെസ്സേജ് ആയിരിക്കും. അതായത് താൻ തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുക എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അപ്പോൾ തെറ്റായ സന്ദേശം നൽകില്ല. കാരണം അത്രയും സാമ്പത്തിക നില വഷളായി നിൽക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ചില മാതൃകകൾ സൃഷ്ടിക്കണം. ഒരു മിനിറ്റ് സ്മൃതി, നമുക്കൊന്ന് നിർത്താം. ഞാൻ തുടക്കത്തിലേ പറയട്ടെ, ചിലപ്പോൾ ഇതൊരു അല്പം നീളം കൂടിയ വീഡിയോ ആയിരിക്കും. അല്ലാതെ ഈ കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ഭാഷയും മറ്റും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. നമുക്ക് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പോവാം. കാറുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. എസ്കോർട്ടിങ്ങിന് പോകുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയത്തെ ഞാൻ എടുക്കുന്നത്. വി ഡി സതീശൻ ഈ വിഷയത്തെ കാണുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എന്തൊരു മഹാത്യാഗം ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് വി ഡി സതീശൻ ഇന്ന് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. വി ഡി സതീശൻ മഹാത്യാഗം തന്നെയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെയാണ് സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകളൊക്കെ ഇത് അവതരിപ്പിക്കുന്നതും. കേട്ടോക്കൂ. കാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഒരു പുതിയ കാർ മേടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് നൽകുന്ന റോങ് മെസ്സേജ് ആയിരിക്കും. അതായത് താൻ തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുക എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അപ്പോൾ തെറ്റായ സന്ദേശം നൽകില്ല. കാരണം അത്രയും സാമ്പത്തിക നില വഷളായി നിൽക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ചില മാതൃകകൾ സൃഷ്ടിക്കണം. അത് താൻ തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകൾ, ചാനൽ പ്രവർത്തകരൊക്കെ പറയുന്നത് ആർഭാടങ്ങൾ കുറയ്ക്കേണ്ടി വരും, മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും, കേരളത്തിൽ സാമ്പത്തിക നില ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 6000 കോടി ബാക്കി വെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുള്ളത്. 6000 കോടി ബാക്കിയുണ്ട് ചെലവഴിക്കാൻ. ഭരണത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എടുത്തു ഉണ്ണാൻ, എടുത്തു ഉടുക്കാൻ 6000 കോടി അവിടെ ഉള്ളപ്പോഴും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നുള്ളതാണ്. ഇന്ന് ബാലഗോപാൽ എന്ന് പറയുന്ന പഴയ മിനിസ്റ്റർ കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയിരിക്കണേ, എങ്കിൽ ഞാനൊന്ന് വൃത്തിയായിട്ട് എന്തുകൊണ്ട് നമ്മൾ കടത്തിലല്ല എന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി. എന്തൊക്കെയായാലും ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, വി ഡി സതീശൻ പറഞ്ഞതിൽ ചില പ്രശ്നമുണ്ട്. നമുക്കിത് നമ്പക്കൂടാതെ പ്രശ്നങ്ങളായി ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് പറയാം. ഇപ്പൊ തന്നെ ഇവരടക്കമുള്ള ആളുകൾ പറയുന്നത് വി ഡി സതീശൻ എന്തൊരു മഹത്തായ ത്യാഗം ചെയ്യാൻ പോകുന്നു, മഹാത്യാഗത്തിലേക്കാണ് വി ഡി സതീശൻ പോകുന്ന എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. വേണമെങ്കിൽ വി ഡി സതീശൻ ഇന്ന് പറഞ്ഞ ഡയലോഗുകളൊന്ന് കൃത്യമായിട്ട് കേൾക്കണേ. ഈ നമ്മുടെ പൈലറ്റും എസ്കോർട്ടും മാത്രമാക്കി മറ്റ് ഈ മോട്ടോർ കാർഡിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം, ബ്ലാക്ക് കാർ അല്ല. ഞാൻ ഒരു കാര്യമുണ്ട്, ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും ലക്ഷക്കണക്കിന് കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് കണ്ടില്ലേ, അത്രയ്ക്കും സാമ്പത്തിക നില വഷളായിട്ട് കിടക്കുന്ന സമയത്ത് ഇത്തരം ആർഭാടങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞ ഈ ഡയലോഗ് വലിയ പ്രശ്നമായിട്ട് മാറിയത്? നോക്കൂ, ഉള്ള കാർ മതി, പുതിയതൊന്നും എനിക്ക് വേണ്ട, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴുള്ള കാർ തന്നെ മതി, അതിന്റെ നിറമൊന്നും ഞാൻ നോക്കുന്നില്ല. പിണറായി വിജയൻ കറുത്ത കാറാണ് ഉപയോഗിച്ചിരുന്നത്, ആ നിറമൊന്നും ഞാൻ നോക്കുന്നില്ല, പുതിയതൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നല്ല, ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിണറായിയോളം വളർന്നിട്ടില്ല, ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല, കളറൊന്നും പറയില്ല, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച കാറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിഗംഭീരമായിട്ടുള്ള സൗകര്യങ്ങളുള്ള, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടും ക്ഷീണവും തോന്നാത്ത വിധത്തിലുള്ള ഒരു കാറാണത്. അത്തരത്തിലുള്ള കാറുകൾ മുഖ്യമന്ത്രിമാർക്ക് വേണം, 100% വേണം. അല്ലാതെ കടപടന്ന് അളകുന്ന കാറിലൊന്നും സഞ്ചരിക്കാൻ പറ്റില്ലെന്നേ. ഇവർക്ക് ഓരോരോ സ്ഥലത്തും എത്ര സ്ഥലത്ത് കറങ്ങേണ്ടതാണ്, എത്ര സ്ഥലത്ത് പോകേണ്ടതാ. അവിടൊക്കെ പോയിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം, യാത്ര ഭയങ്കര ക്ഷീണമായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ എവിടെ എത്തിക്കഴിഞ്ഞാലും ക്ഷീണം തോന്നാത്ത രീതിയിൽ സംസാരിക്കണമെങ്കിൽ അതുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന കാറ് വേണമെന്നേ. ഇവിടെ ഇദ്ദേഹം പറയുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ എന്തൊരു ത്യാഗം ചെയ്യുന്നു, ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവിടെ സതീശൻ ഒരു ത്യാഗം കാണിക്കുക എന്നുള്ള സംഗതി ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത്, കിയ കാർണിവൽ ലിമോസിസ് പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് മുന്നത്തെ മുഖ്യമന്ത്രിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കാറ്. അതില് കുറെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, കവചങ്ങളുണ്ട്, നിന്നും ഇരുന്നും കിടന്നും തിന്നും ഒക്കെ പോകാൻ സാധിക്കും. ഗംഭീരമായിട്ടുള്ള വാഹനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാറിന് തന്നെ 10-84 ലക്ഷം രൂപ വരും. അതായത് 1 കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന കാറാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സംശയമില്ല. സതീശൻ ത്യാഗിയാവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സതീശനും സഞ്ചരിക്കാൻ പോകുന്നത് ഈ പറയുന്ന സെയിം കാറിലാണ്, 1 കോടിക്ക് മുകളിലുള്ള കാറിലാണ്. അങ്ങനത്തെ ത്യാഗമാണ് സഹിക്കുന്നത്. ആരും വിചാരിക്കണ്ട അയ്യോ പഴയ കാറിൽ സഞ്ചരിക്കുന്നു എന്ന് ആരും കരുതണ്ട. അതിഗംഭീരമുള്ള സൗകര്യമുള്ള കിയുടെ ഒരു കാറാണ്. സത്യത്തിൽ സതീശൻ ചോദിക്കേണ്ടിരുന്നത് ഇങ്ങനെയല്ലേ? എങ്ങനെ ചോദിക്കണം? ഇപ്പോൾ ഉള്ള വാഹനത്തിന് എന്താ കുഴപ്പം? അത് നല്ല വാഹനമല്ലേ, ഞാനത് സഞ്ചരിച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ലെങ്കിൽ എന്താ കുഴപ്പം? മുഖ്യമന്ത്രി ഉപയോഗിച്ച കാറാണ്, സോവാഷ് ഗംഭീര കാറാണ്, അതിൽ ഞാൻ സഞ്ചരിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇദ്ദേഹം എന്താ പറഞ്ഞേ, പുതിയ കാറ് ഞാൻ വാങ്ങിക്കുന്നില്ല, പുതിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ സാമ്പത്തികപരമായിട്ട് നമ്മൾ വളരെയധികം കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് പുതിയ കാറ് വാങ്ങിച്ചിട്ട് നമ്മുടെ കേരളത്തിനൊരു കടമുണ്ടാക്കി വെക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ കടമുണ്ടാക്കി വെച്ച ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് ഇന്നറിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഉള്ളിലൂടെ ഒരു തട്ടാണ് പിണറായി വിജയൻ. ഞാൻ അത്രയൊന്നും വളർന്നിട്ടില്ല, താങ്കൾ വളർന്നിട്ടുണ്ട്, താങ്കൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, താങ്കൾ ഏറ്റവും നല്ല സുഖ സൗകര്യത്തോടു കൂടി തന്നെ യാത്ര ചെയ്യണം, അതല്ലാതെ ചടാക്ക് വണ്ടിയിലൊന്നല്ല യാത്ര ചെയ്യരുത്. ഇനി ഇതൊക്കെ അവിടെ കിടക്കട്ടെ. ഇദ്ദേഹം എസ്കോർട്ട് വാഹനങ്ങൾ കൂടി കുറയ്ക്കുമെന്നൊക്കെ പറയുന്നു. എൻ്റെ പൊന്നിടാങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പിണറായി വിജയൻ ആദ്യ തവണ മുഖ്യമന്ത്രിയായിട്ട് കയറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഡയലോഗുകളൊക്കെ തന്നെയാണ് ഇതും. എസ്കോർട്ട് വാഹനങ്ങൾ കുറയ്ക്കും, ആഡംബരം ഉണ്ടാവില്ല എന്നീ പറയുന്ന പരിപാടികളൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നടപ്പിൽ വരുത്താൻ പോയിട്ടുന്ന കാര്യമില്ല. തുടക്കത്തിൽ വേണമെങ്കിൽ ഈ എന്താ പറയാ, പെണ്ണ് പുറപ്പുറം തൂക്കുന്നൊക്കെ പറയുന്നവര് തുടക്കത്തില് നാട്ടുകാരൊന്ന് ഊർജം കൊള്ളിക്കണം, കൊള്ളാട്ടാ ചെങ്ങാതി മാസാട്ടാ എന്നൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്തരം ഡയലോഗുകളൊക്കെ ഉപകാരപ്പെടും. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതൊന്നല്ല. എസ്കോർട്ടിംഗ് വാഹനങ്ങൾ വരും, പലവിധ പ്രശ്നങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി എന്താ പറയാ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആളുകൾ അവര് എസ്കോർട്ടുകൾ കൂട്ടുകളൊക്കെ ചെയ്യും. എന്തായാലും ഇങ്ങനെ പിണറായി വിജയൻ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഏകദേശം 15ഓളം വാഹനങ്ങൾ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 40 വാഹനങ്ങൾ വരെ ഒരു തവണ പിണറായി വിജയന് എസ്കോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ കറുപ്പ് ഡ്രസ്സ് ധരിച്ച ആൾക്കാർ അടക്കം പിടിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ ഭീഷണികളുണ്ട്. പിണറായി വിജയൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒന്നുമല്ല എന്ന് ഇപ്പോഴെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം കേട്ടോ. ഇനി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കഞ്ഞും കുടിച്ചിട്ട് സൈക്കിളും ചവിട്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര നടപ്പിലാക്കാവുന്ന കാര്യമില്ലെന്നേ. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇദ്ദേഹം എന്തോ ഒരു വലിയ ത്യാഗം ചെയ്യുന്നു, നമ്മുടെ മുഖ്യമന്ത്രി വലിയ ത്യാഗമാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ ആരും ഇതിനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, സ്മൃതി പരുത്തിക്കാടൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് അത് ശരിയല്ല. അങ്ങനെ ത്യാഗം സഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറൊന്നും വേണ്ട, അതിനേക്കാൾ കുറഞ്ഞ കാറ് അല്ലേ, പിണറായി വിജയൻ സഞ്ചരിച്ച കാറ് എനിക്ക് വേണ്ട, അതിനേക്കാൾ കുറഞ്ഞ കാറൊക്കെ എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കിയയിലേക്കും മറ്റൊക്കെ അദ്ദേഹം മാറണം. മാറുമോ? മാറുന്നില്ലെങ്കിൽ ഇതൊരു ഉഡായിപ്പ് തന്ത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ആവേശം കൊള്ളാം സുഹൃത്തുക്കളെ, പക്ഷേ സതീശൻ ചോദിക്കേണ്ടിരുന്നത് ആ കാറിന് എന്താണ് കുഴപ്പമെന്നാ. അതിന് പകരമായിട്ട് കാറിന് നിറം എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിലൊക്കെ പോയിക്കോളാം, ഞാൻ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കരുതിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോണേ എന്ന് പറയുന്നൊരു തന്നെ നല്ല പിള്ള ചമയില് എന്തോ പലർക്കും പിടിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തായാലും അതങ്ങോട്ട് അത്ര ദഹിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ സതീശ് ചേട്ടൻ ഈ കാറിന് എന്താ കുഴപ്പം, സജീഷ് സാറല്ല സാർ ഈ കാറിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കായിരുന്നു. അദ്ദേഹം വളരെയധികം വാലിഡായി പറഞ്ഞിരിക്കുന്നു അല്ലേ. എന്താ പ്രശ്നം, ഈ കാറിന് എന്താ കുഴപ്പം? മുഖ്യമന്ത്രി സഞ്ചരിച്ച കാറാണ്, ഗംഭീര കാറാണല്ലോ, അടിപൊളി കാറാണല്ലോ, അതിനെന്താ കുഴപ്പം? നല്ല സൗകര്യമുണ്ട്, സുരക്ഷ കൂടുതലുള്ള കാറാണ്, അതിൽ ഞാൻ സഞ്ചരിക്കും, സോ വാട്ട്
എന്നായിരുന്നു ഇദ്ദേഹം ചോദിച്ചിരുന്നുവെങ്കിൽ അതിലൊരു ഒരു ഒരു അർത്ഥം ഉണ്ടായിരുന്നു, അതിലൊരു സത്യസന്ധത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് ഞാൻ എന്തോ സഹിക്കുന്നു, ഞാൻ എന്തോ മഹാത്യാഗിയാണ് എന്ന് പറഞ്ഞ സാധനമാണ്. ആ ഒരു ത്യാഗ മനോഭാവ സ്വരം അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഒരു ത്യാഗമായിട്ടൊക്കെ ആളുകൾ മുമ്പിൽ യേശുക്രിസ്തൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചില ഭക്തർക്ക് ഇഷ്ടമാവില്ല. ഇഷ്ടമാവാത്തവർ എന്തായാലും കമൻ്റ് അടിക്കുന്നറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി വയ്ക്കണം. ബൈ.